ആറന്മുള മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങിയത് ആശ്വാസമാകുന്നു. എങ്കിലും മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയത് തുടരുകയാണ്. അപകട സാധ്യതയുള്ള വീടുകളിൽ നിന്നും NDRF ഫയർഫോഴ്സ് സംഘങ്ങൾ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് വലിയ ആശ്വാസമാകുന്നുണ്ട്. അതേസമയം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയവർ മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം ജാഗ്രതയും തുടരുകയാണല്ലേ? KP വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ വീണ്ടും അടച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ 10-15 സെൻറ്റിമീറ്റർ ഉയർത്തിയിരുന്ന ഷട്ടറാണ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇല്ല എന്ന് വേണം കരുതാൻ. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോഡുകളിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് വെള്ളം നിൽക്കുന്നത്. ഇതിനുള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും കഴിഞ്ഞ ദിവസത്തെ അത്ര ഭീകരത ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ ഭാഗത്തൊക്കെ നമുക്ക് വെള്ളം അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. അങ്ങോട്ട് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ റോഡിൽ ഉള്ളിലോട്ട് പോകും തോറും കൂടുതൽ ആഴം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ അങ്ങനെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ഇപ്പോഴും വീടുകളിൽ തന്നെയാണ്. പലരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയെങ്കിലും ചിലരൊക്കെ രണ്ടാം നിലയിൽ അങ്ങനെ താമസിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി അടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം വിവിധ സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും അങ്ങനെ തുടരുകയാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിന് സജ്ജമായി ഇവിടെ മത്സ്യബന്ധന ബോട്ടുകളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ 3 ബോട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിലായി ബോട്ടുകളുണ്ട്. അതോടൊപ്പം ഈ ഒരു സാഹചര്യം അത് അല്പസമയം കൂടെ കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തുള്ള വെള്ളം കൂടെ കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക എന്ന് പറയുന്നത് കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരും നമ്മളോട് പറയുന്നത്. ഈ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ റോഡിലൂടെ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് പകുതി ദൂരം നടന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവർ ഇവിടെ ബോട്ടുകൾ ഒതുക്കി രാവിലെ മുതൽ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ്. വീടുകളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട്, കുടിവെള്ളം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ബോട്ടുകളിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രാവിലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ വീടുകളിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരുണ്ട്. എങ്ങോട്ട് പറ്റത്തില്ല. ഈ ഒരു അപകടത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മുട്ടോളം വെള്ളമുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്തോറും കൂടുതൽ പ്രശ്നം ഉണ്ട്. ഏതായാലും ഈ നാട്ടുകാരോടൊക്കെ വളരെ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. വിളിച്ചാൽ വരുന്നില്ല. എന്തായാലും ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പോകാൻ, കാരണം അവർക്കും പരിമിതികളുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണം എത്തിക്കാനും അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇവിടെ നിന്നും ഉള്ളിലേക്ക് പോവുകയുള്ളൂ. പലരോടും വീടുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് വരാൻ ഇവർ തന്നെ നേരിട്ട് എത്തി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും വരാത്തവരോട്, അതായത് വീടുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാത്തവരോട് ഉദ്യോഗസ്ഥരടക്കം വീണ്ടും ചെന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആശുപത്രികളിലേക്കൊക്കെ പോകാനുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ബോട്ടുകൾ എത്തിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആറന്മുളയിൽ ആശങ്ക ഒഴിഞ്ഞു വരികയാണ്. KP.